എല്ലാ മാന്യ സ്നേഹിതർക്കും സ്നേഹവന്ദനങ്ങൾ. കഴിഞ്ഞ ചില ദിവസങ്ങളായി കത്തോലിക്കർ ആകമാനം അസ്വസ്ഥമായിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കാരണം മറിയത്തിന്റെ സഹരക്ഷിക എന്ന പദവിയും മീഡിയാട്രിക്സ് ഓഫ് ഓൾ ഗ്രേസസ്, സകല കൃപകളുടെയും മധ്യസ്ഥ എന്ന പദവിയെയും ഒഴിവാക്കിക്കൊണ്ട് പോപ്പ് നടത്തിയ പരാമർശങ്ങളാണ് ഇവരെ അസ്വസ്ഥരാക്കിയത്. അസ്വസ്ഥത വരുത്തിയതിന് കാരണം സോഷ്യൽ മീഡിയയുടെ ഒരു വല്ലാത്ത സ്വാധീനമാണ്. എല്ലാ ആൾക്കാരും, പെന്തക്കോസ്തുകാരെ മാത്രം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, കത്തോലിക്കരുടെ ചെയ്തികൾ ദൈവനിഷേധമായതാണെന്ന് തിരിച്ചറിയുന്ന എല്ലാ ആൾക്കാരും കത്തോലിക്കരെ ശരിക്കും പരിഹസിച്ചു തുടങ്ങി. ആ ഒരു ഘട്ടത്തിലാണ് ഇവർ സമ്മർദ്ദത്തിലാകുന്നത് ഇവരുടെ വിശ്വാസ പ്രമാണങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ അതിനെ അങ്ങനെ അഴിച്ചുവിടുക സാധ്യവുമല്ല. സോഷ്യൽ മീഡിയയിൽ ഓരോ ആൾക്കാർ അവരുടെ അറിവുകൾ വെച്ച് ഇപ്പോൾ ഇവർക്കുണ്ടായ ഈ ഗതികേടിനെ പരാമർശിക്കുമ്പോൾ ഇവർ വളരെ ഭംഗിയായിട്ട് ഇതിനെ മെഴുകാൻ ശ്രമിക്കുകയാണ്. അതിൽ പൂർണ്ണത്തിലച്ഛനുണ്ട്. പൂർണ്ണത്തിലച്ഛൻ എനിക്ക് തോന്നുന്നു ടിപ്പർ കണക്കിന് ചാണകമിറക്കി മെഴുകുന്നതായിട്ടാണ് കണ്ടത്. അതിനൊരു വിശദീകരണം പറയണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷെ ആ കാര്യങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് ഒരു ജിൻസൺ പോൾ എന്ന് പറഞ്ഞിട്ടൊരു അച്ഛൻ ആൽബം എന്ന് പറഞ്ഞൊരു ചാനലിലൂടെ സംസാരിക്കുന്നുണ്ട്. ആസ്ക്, ലേൺ ആൻഡ് ബിലീവ് എന്നാണ് ആൽബം എന്നതിന്റെ പൂർണ്ണ രൂപം. ആസ്ക്, വിശ്വാസികൾക്ക് ചോദിക്കാം, അതിന് മറുപടി വരും. അത് ലേൺ ചെയ്യാം, വിശ്വാസികൾക്ക് അത് പഠിക്കാം. എന്നിട്ട് ബിലീവ് ചെയ്യാം, വിശ്വസിക്കാം. അപ്പോൾ എന്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് വിശ്വാസികൾ അങ്ങ് കേട്ടോളണം, അത്ര തന്നെ. പിന്നീട് ഒരു ചോദ്യമൊന്നും അവിടെ ഇല്ല. അങ്ങനെ ഒരു ക്രോസ് ക്വസ്റ്റ്യനിങ് ഒന്നും കുഞ്ഞാടുകളിൽ നിന്ന് വരുന്നുമില്ല. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ആൽബം എന്ന ഒരു എപ്പിസോഡായിരിക്കാം, അത് ചാനലല്ല എന്ന് എനിക്ക് തോന്നുന്നു, എപ്പിസോഡായിരിക്കാം. ഏതായാലും ആ ശാഖയിൽ ഈ അച്ഛൻ കുഞ്ഞാടുകളെ കൊണ്ടുവരുന്നു, അവരെടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നു, അല്ലെങ്കിൽ അവരെ കൊണ്ട് ചോദ്യങ്ങൾ ചോദിപ്പിക്കുന്നു, അതിന്റെ മറുപടികൾ പറയുന്നു. അങ്ങനെ വളരെ സരസമായി കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഇതിൽ പെന്തക്കോസ്തുകാരും കത്തോലിക്കരും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതാണ് അച്ഛൻ വളരെ പ്രധാനമായി എടുത്ത് കുഞ്ഞാടുകളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഏതായാലും ആ ഒരു വീഡിയോ ഒരു 28 മിനിറ്റോളം നീളുന്നുണ്ട്. നമുക്കതിനെ വളരെ കൊച്ചു ഭാഗങ്ങളായി മുറിച്ച് അതിനകത്ത് അച്ഛൻ ചീറ്റാൻ ശ്രമിക്കുന്ന വിഷത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എന്റെ കേൾവിക്കാരോട് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഇവർ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുമ്പോൾ അത് പൊതുജനം കാണുന്നതാണല്ലോ. നമുക്കും സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുവാനുള്ള അനുവാദമുണ്ട്. പണ്ടേ കാലമായിരുന്നെങ്കിൽ ഇവരുടെ പോപ്പ് പറയുന്നത് പോലെ സാധാരണക്കാർക്ക് ബൈബിൾ വായിക്കാൻ അനുവാദമില്ല എന്ന് പറഞ്ഞാൽ വായിക്കില്ല. ഇപ്പോൾ അതിന്റെ കാലമൊക്കെ കഴിഞ്ഞുപോയി. അന്ന് പോപ്പിനുണ്ടായിരുന്ന സ്വാധീനമൊന്നും ഇന്ന് പൊതുജനങ്ങളുടെ ഇടയിലില്ല. അവരുടെ ആൾക്കാരുടെ ഇടയിലുണ്ട്, പൊതുജനങ്ങളുടെ ഇടയിലില്ല. പോപ്പിന് അപ്രമാദിത്വം കൽപ്പിച്ചിരുന്ന ഒരു കാലമുണ്ട്. പോപ്പ് പറയുന്നതിനപ്പുറമില്ല. പോപ്പ് തെറ്റാവരമുള്ളയാളാണ്. മുൻകാല പോപ്പുമാരെല്ലാം തെറ്റിപ്പോയി എന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ വരുന്ന പുതിയ വിശദീകരണങ്ങളൊക്കെ. അതിന്റെ ഒരു ഉദാഹരണം തന്നെ പറഞ്ഞാൽ മീഡിയാട്രിക്സ് ഓഫ് ഓൾ ഗ്രേസസ് ആയിട്ട് മറിയത്തെ ഉയർത്തുന്നത് 20-ാം നൂറ്റാണ്ടിൽ, അല്ലെങ്കിൽ 1921 അന്ന് പോപ്പായിരുന്ന പോപ്പ് ബെനഡിക്ട് 15 ഈ കാര്യം ചെയ്യുന്നത്. സൂക്ഷം 104 വർഷങ്ങൾ കഴിയുമ്പോൾ ഇപ്പോഴെത്തിയിരിക്കുന്ന പോപ്പ് ലിയോ 14 100 കൊല്ലങ്ങൾക്ക് മുമ്പ് ബെനഡിക്ട് 15 കൊണ്ടുവന്ന മീഡിയാട്രിക്സ് ഓഫ് ഓൾ ഗ്രേസസ് എന്ന ആ പദവി എടുത്തു കളയുകയാണ്. അതിന്റെ അർത്ഥം ഈ 104 കൊല്ലം കത്തോലിക്ക സഭ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഏടാകൂടം തെറ്റാണ് എന്ന് 100 കൊല്ലത്തിന് ശേഷം വിശദീകരണം വരികയാണ്. അപ്പൊ 100 കൊല്ലത്തിന് നേരത്തെ ഉണ്ടായിരുന്ന പോപ്പ് ബെനഡിക്ട് 15 തെറ്റുന്നവനാണെന്ന് മാത്രമല്ല
സഭയെ തെറ്റിലേക്ക് നടത്തി എന്നുകൂടി പുതിയ പോപ്പ് വിശദീകരിക്കാതെ തന്നെ അയാളുടെ പ്രഖ്യാപനത്തിന്റെ വരികൾക്കിടയിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് കത്തോലിക്ക തിമിരം ബാധിക്കാത്ത കോമൺ സെൻസ് ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ ശേഷിയുള്ള ഏത് മനുഷ്യനും കഴിയും. ഇല്ലാത്തവരും മെഴുകാൻ ശ്രമിക്കും, ഇതിനിടയിൽ ചാണകം കലക്കി ചേർത്ത് മെഴുകാൻ ശ്രമിക്കും. അത് പൂവണ്ണത്തിലൊക്കെ അതിന് നല്ല മിടുക്കനാണ്. ആ മിടുക്കൊന്നും സോഷ്യൽ മീഡിയയിൽ വിജയിക്കില്ല. കാരണം സോഷ്യൽ മീഡിയയിൽ വേറെ ആൾക്കാരെല്ലാവരും സംസാരിക്കും. മറ്റത് അങ്ങനെയല്ല, കുഞ്ഞാടുകൾക്ക് സംസാരിക്കാൻ പറ്റില്ല. ആടിന്റെ ഇടയനായിട്ട് നിൽക്കുന്ന ചെന്നായ്ക്കൾ പറയുന്നത് ആടിന് കേട്ടേ പറ്റൂ. പൗലോസ് പറയുകയാണ്, ഞാൻ പോയ ശേഷം ആടുകളെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കും. അപ്പൊ അമ്മാതിരിയുള്ള ചെന്നായ്ക്കൾ പറയുന്നത് എന്താണെന്ന് വിശദീകരിക്കാനുള്ള ശേഷിയില്ലാതെ തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ആൾക്കാരെ നമുക്കൊന്നും പറയാനില്ല. ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന വകതിരിവ് അവൻ ഉപയോഗിക്കാൻ തയ്യാറായാൽ, അവന് ദൈവം നൽകിയിരിക്കുന്ന റീസൺ, ഈ യുക്തി അവൻ ഭംഗിയായി ആർക്കും അടിയറവ് വയ്ക്കാതെ ഉപയോഗിക്കാൻ തയ്യാറായാൽ അവനവന്റെ നിത്യത അവനവൻ ഉറപ്പിക്കാം. അല്ലെങ്കിൽ ഈ കൊടിയ ചെന്നായ്ക്കൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് ജീവിതം നശിപ്പിച്ച് കളയാം. ഏതായാലും ജനം കൂട്ടം കൂട്ടമായി ഈ സത്യം തിരിച്ചറിഞ്ഞ് രക്ഷിക്കപ്പെടുന്നു എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതിൽ ദൈവത്തെ സ്തുതിക്കാൻ വകയുണ്ട്. ദൈവം നൽകിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തുവാൻ ദൈവം നൽകിയിരിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാതിരിക്കാൻ ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാർക്ക് സാധ്യവുമല്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞാടുകളെ വിളിച്ചിരുത്തി കബളിപ്പിക്കുന്ന ഈ സംവിധാനത്തെ ഒന്ന് വിശദീകരിക്കുവാൻ വേണ്ടി ഞാൻ ഈ ചില എപ്പിസോഡുകൾ മാറ്റിവെക്കുകയാണ്. അതിനിടയിൽ മറ്റു വിഷയങ്ങളും സംസാരിച്ചെന്നിരിക്കും. പക്ഷെ ഈ വിഷയങ്ങൾ ഒരല്പം സംസാരിക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമുക്ക് ഏതായാലും അച്ഛന്റെ സംസാരം ഒന്ന് അല്പം കേൾക്കാം. മാതാവിനെ കുറിച്ചിട്ടുള്ള കൺഫ്യൂഷൻസ്, സഹരക്ഷക എന്ന് പറയരുത്. പക്ഷെ നമ്മൾ യൂഷ്വലി പല പേരുകളിലും മാതാവിനെ വിളിക്കുന്നുണ്ട്. സ്നേഹം കൊണ്ട് വിളിച്ചു പോയതായിരിക്കും. പക്ഷെ അങ്ങനെ ക്ലാരിഫിക്കേഷൻസ് വരുമ്പോ ഡൗട്ട് ആവുകയാണ്, എന്ത് വിളിക്കാൻ പാടില്ല. അപ്പൊ അച്ഛൻ അതിനെ കുറിച്ച് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് തരാണെങ്കിൽ, ആസ് എ നോർമൽ പീപ്പിൾ, ഞാൻ ആരെങ്കിലും സംസാരിക്കും, ഞാനാണെങ്കിൽ വിഷമിച്ചിരിക്കും, എന്റെ സഹനത്തിൽ എന്റെ കൂടെ ആയിരിക്കണം അമ്മ, അർത്ഥത്തിലൊക്കെ നമ്മളും പെട്ടെന്ന് പറഞ്ഞു പോകാറുണ്ട്. അപ്പൊ അതൊന്ന് ക്ലാരിഫൈ ചെയ്ത് തരാണെങ്കിൽ. ഇവിടെ അവരുടെ ചോദ്യം ശ്രദ്ധിക്കുക. ഞങ്ങൾക്ക് തന്നെ ഇതെന്താണെന്ന് അറിയില്ല, ഞങ്ങളുടെ അവസ്ഥയിൽ ഞങ്ങൾ വിളിച്ചു പോയതാണോ എന്നറിയില്ല, സ്നേഹം കൊണ്ട് അമ്മയെ ഇങ്ങനെ പറഞ്ഞതാണോ എന്നറിയില്ല, ഇപ്പൊ എന്തുകൊണ്ടാണ് പോപ്പ് ഇങ്ങനെ പറഞ്ഞതെന്നറിയില്ല. ആൾക്കാരുടെ ചോദ്യത്തിന് വ്യക്തമായി മറുപടി പറയാൻ നിവൃത്തിയില്ല. ഒരു വിശ്വാസിയുടെ അനിശ്ചിതത്വം നമ്മളിവിടെ കാണുകയാണ്. അതിന് കാരണം സഭ എന്തു പറയുന്നോ അത് വിശ്വസിക്കാൻ വിധിക്കപ്പെട്ടവരാണ് ഈ വിശ്വാസ സമൂഹം. അവരൊരിക്കൽ ഒന്ന് പറയും, പിന്നീട് മറ്റൊന്ന് പറയും എന്നുള്ളത് തന്നെ ഇവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ഈ ജനത്തിന്റെ പുറകെ പോയി ആയുസ് പാഴാക്കാൻ നിൽക്കില്ല. ദൗർഭാഗ്യവശാൽ ഈ ജനത്തിന് ആ സത്യം തിരിച്ചറിയില്ല. സഭ തന്നെയാണ് ഓരോ കാലഘട്ടങ്ങളിൽ പറഞ്ഞു വെക്കുന്നത്, നമുക്ക് ഇത് ചെയ്യാം, അത് ചെയ്യാം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. ഇതിന്റെ എല്ലാം ആധികാരികത എവിടെയാണ്? ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറ്റം വരാത്ത തരത്തിന് നമുക്ക് ലഭ്യമായിരിക്കുന്ന തിരുവെഴുത്തുകളിൽ നിലനിന്നാൽ പ്രശ്നമില്ല. പക്ഷെ ഇവർ തിരുവെഴുത്തുകൾക്ക് അപ്പുറത്തേക്ക് പോയി. ഇവർ വ്യക്തികൾക്ക് പ്രാധാന്യം നൽകുകയാണ്. അവിടെയാണ് ഈ പരാജയം നിലകൊള്ളുന്നത്. നമുക്ക് അച്ഛന്റെ മറുപടി കൂടെ കേൾക്കാം. ക്ലാരിഫിക്കേഷന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഓരോ എപ്പിസോഡായിട്ട് ഇപ്പോ ആദ്യത്തത് എന്താണ് ഈ ഡോക്യുമെന്റ്, ആരാണ് ഇത് ഇറക്കിയത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തത് ഈ പറഞ്ഞ കോ റിഡംറ്ററിസ്റ്റ്, സഹരക്ഷിക എന്ന വാക്കിന്റെ വിശദീകരണവും അതിന്റെ അപകടവും പറഞ്ഞു കഴിഞ്ഞു. അത് പോയിട്ടുണ്ട്, ആ എപ്പിസോഡും പോയിട്ടുണ്ട്. അടുത്തത് ഇനിയും വരും, മീഡിയാട്രിക്സ് മധ്യസ്ഥ എന്നുള്ളത്. ഇത് നമുക്ക്, ഞാൻ അതിനകത്തത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. മധ്യസ്ഥ എന്ന് നമ്മൾ തർജ്ജമ ചെയ്യുന്ന വാക്ക് ഇംഗ്ലീഷിൽ രണ്ട് രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് മീഡിയാട്രിക്സ്, രണ്ട് ഇന്റർസെസർ. പരിശുദ്ധി അമ്മ ഇന്റർസെസറാണ്. അപ്പൊ അതിന്റെ തർജ്ജമ എന്താ? മധ്യസ്ഥയാണ്. മീഡിയാട്രിക്സ് എന്ന് വെച്ചാൽ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിൽക്കുന്ന ആള്. അത് മറിയുമല്ല.
അതാരാണ്? ഈശോ. അതാണ് നമ്മൾ പറഞ്ഞത് മീഡിയാട്രിക്സ്. അത് ആർക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ? ഈശോയ്ക്ക് മാത്രമേ ഉപയോഗിക്കാം. അത്രേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോ മാതാവിനോട് മാധ്യസ്ഥ്യം തേടരുതെന്നല്ല എന്റെ അർത്ഥം. ഈശോയോടുള്ള ബന്ധത്തിലും കൂട്ടായ്മയിലും നമ്മൾ മാതാവിന്റെയും വിശുദ്ധരുടെയും മാധ്യസ്ഥ്യം ഇനിയും തേടി പ്രാർത്ഥിക്കും. കാരണം കത്തോലിക്ക സഭയുടെ സത്യവിശ്വാസത്തിന്റെ ഭാഗമാണ് പുണ്യവാന്മാരുടെ ഐക്യം, കമ്മ്യൂണിയൻ ഓഫ് സെയിന്റ്സ്. അപ്പൊ സ്വർഗത്തിൽ തിരുമുമ്പാകെ ആയിരിക്കുന്നവരുടെ പ്രാർത്ഥനകൾ നമുക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഇവിടെ അച്ഛൻ വ്യാഖ്യാനിക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. രണ്ട് പദപ്രയോഗങ്ങളാണ് ഉള്ളത് പോലും. ഒന്ന് മീഡിയാട്രിക്സ്, മറ്റൊന്ന് ഇന്റർസെസർ. മീഡിയാട്രിക്സ് എന്ന് പറയുമ്പോൾ മധ്യസ്ഥനായി നിൽക്കുക, മറ്റത് എന്ന് പറഞ്ഞാൽ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിൽക്കുക. അത് ക്രിസ്തുവിന് മാത്രമേ കഴിയൂ എന്ന് പറയുക. അപ്പോൾ തന്നെ 1921 മീഡിയാട്രിക്സ് ഓഫ് ഓൾ ഗ്രേസസ് എന്ന് പറഞ്ഞ സംഭവം കിടക്കുകയാണ്. ഇതുവരെ ഇവർ മറിയത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതും ഈ ഒരു തലത്തിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മീഡിയാട്രിക്സ് അല്ല, ഇന്റർസെസർ ആണ്. ഇന്റർസെസർ ആവുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അവിടെയാണ് അച്ഛൻ പറയുന്നത് നമ്മുടെ കത്തോലിക്ക സഭയുടെ വിശ്വാസ പ്രമാണം. ഇതാരാണ് കൊണ്ടുവന്നത്? പോപ്പുമാരാണ് കൊണ്ടുവന്നത്. പോപ്പുമാർ തെറ്റിക്കൂടാത്തവരാണോ? തെറ്റ് വരുന്നവരാണ്. ചരിത്രം തെളിയിച്ചിട്ടുണ്ടത്. 2 പോപ്പുമാർക്ക് മുമ്പിലിരുന്ന ജോൺ പോൾ രണ്ടാമൻ 8-ലധികം പ്രാവശ്യം മറിയത്തെ സഖരക്ഷികയായി പരാമർശിച്ചിട്ടുണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. കുറച്ചുകൂടി ആയുസ് ജോൺ പോൾ രണ്ടാമൻ ഉണ്ടായിരുന്നു എങ്കിൽ അയാള് മറിയത്തെ സഖരക്ഷികയായിട്ടോ യേശുക്രിസ്തുവിനെ മാറ്റി നിർത്തിയിട്ട് ആ സ്ഥാനത്തോ മറിയത്തെ പ്രതിഷ്ഠിക്കുമായിരുന്നു. ദൗർഭാഗ്യവശാൽ എന്ന് പറഞ്ഞാൽ മറിയത്തിന്റെ ദൗർഭാഗ്യവശാൽ ആ പോപ്പിനെ മരിക്കേണ്ടി വന്നു. അതിനുശേഷം 2 പേര് വന്നു. അടുത്തയാളാണ് ഇപ്പോൾ ഇരിക്കുന്നയാള്. അപ്പൊ കാര്യങ്ങൾ ശരിക്കും ഭംഗിയായി പഠിക്കുവാൻ നമ്മൾ തയ്യാറാകണം. ഇവിടെ ഇവര് പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. കത്തോലിക്ക സഭ ഇങ്ങനെ വിശ്വസിക്കുന്നു. സഭയ്ക്ക് എന്ത് വേണമെങ്കിലും വിശ്വസിക്കാം. 100 കണക്കിന് സഭകൾ ഇവിടെ ഉണ്ട്. ആർക്കും എന്തും വിശ്വസിക്കാം. ഇവര് പറയുന്ന മറ്റൊരു കാര്യം ഈ വീഡിയോയിൽ അത് പറയുന്നുണ്ട്. പെന്തക്കോസ്തുകാര് വിശുദ്ധ ബൈബിളിനെ മാത്രം അടിസ്ഥാനമായി ഉപയോഗിക്കുന്നു. എന്നാൽ കത്തോലിക്കർ അങ്ങനല്ല. അവർ ബൈബിളിനോട് ചേർന്ന് പാരമ്പര്യങ്ങളോട് ചേർന്ന് ബൈബിൾ വ്യാഖ്യാനിക്കാനുള്ള അധികാരം സഭയ്ക്ക് മാത്രമേ ഉള്ളൂ എന്ന വിശ്വാസം. അപ്പൊ നിങ്ങൾ ഓർക്കണം, 1921 കത്തോലിക്ക സഭയുടെ പുരോഹിതനല്ലേ പറഞ്ഞത് മറിയം മീഡിയാട്രിക്സ് ഓഫ് ഓൾ ഗ്രേസസ് എന്ന് പറഞ്ഞത് അവർ തന്നെയല്ലേ? പിന്നെന്താ 100 കൊല്ലം കഴിഞ്ഞ് വന്നപ്പോ ഇതിന് തിരിച്ചറിവ് വന്നത് എങ്ങനെയാ? അപ്പൊ ഈ 100 കൊല്ലം കൊണ്ട് കത്തോലിക്ക സഭയിൽ നിന്ന് ഈ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് നിന്ന് മരിച്ചവരുടെ ഗതി എന്താകും? പോപ്പ് ചെന്ന് എന്തെങ്കിലും പറഞ്ഞ് സെറ്റിൽ ചെയ്യോ? അപ്പോൾ വെറുതെ ഈ ജനത്തെ കബളിപ്പിക്കുവാൻ എന്തിനാണ് ശ്രമിക്കുന്നത്? ഒറ്റ വാക്ക് ഉദ്ധരിച്ചു പറഞ്ഞാൽ തിരുവെഴുത്തുമായി യാതൊരു പുലബന്ധവുമില്ലാത്ത ഒരു മതമാണ് കത്തോലിക്ക എന്ന് പറയുന്നത്. ക്രിസ്തു മാർഗത്തിന് ക്രിസ്തു നായകനായിരിക്കുന്നത് പോലെ കത്തോലിക്ക മതത്തിന് പോപ്പ് നായകനായിരിക്കും. അമൃതാനന്ദമയി മഠത്തിന് അമൃതാനന്ദമയി ഇരിക്കുന്നത് പോലെ, സായിബാബയുടെ കൂട്ടർക്ക് സായിബാബ ഇരിക്കുന്നത് പോലെ, ബുദ്ധമതക്കാർക്ക് ബുദ്ധനും ജൈനമതക്കാർക്ക് ജൈനനും ഇരിക്കുന്നത് പോലെ കത്തോലിക്ക മതസ്ഥർക്ക് കാലഘട്ടങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുന്ന പോപ്പുമാരാണ് അവരുടെ നേതാവ്. ഈ പോപ്പുമാർക്കും ഈ കത്തോലിക്ക സഭയ്ക്കും ക്രിസ്തു സഭയുടെ ഭാഗമാണെന്ന് അഭിനയം മാത്രമേ ഉള്ളൂ. വാസ്തവത്തിൽ അവർ ക്രിസ്തുവിന്റെ അനുയായികൾ അല്ല. വളരെ കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടുന്ന കാര്യം, ഇവർ അപ്പോസ്തലിക പാരമ്പര്യം പറയുകയാണ്. അപ്പോസ്തലനായ പത്രോസിന്റെ പിൻഗാമികളാണ് ഇവരെന്ന് അവകാശം പറയുമ്പോൾ, അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞിരിക്കുന്ന വെറും 2 ലേഖനങ്ങൾ മാത്രം എടുത്ത് ഇന്നത്തെ കത്തോലിക്ക സഭയുടെ നിലപാടിനെ ഒന്ന് വിശദീകരിച്ചാൽ,
ഒന്നാമത്തെ പോപ്പെന്ന് ഇവര് പറയുന്ന പത്രോസുമായിട്ട് ഇന്നത്തെ പോപ്പിനോ ഇന്നത്തെ കത്തോലിക്ക സഭയ്ക്കോ യാതൊരു ബന്ധവുമില്ല എന്ന് സ്വതന്ത്ര ചിന്തയോടെ ചിന്തിക്കാൻ കഴിയുന്ന എല്ലാവർക്കും മനസ്സിലാവും. ഒന്നാമത്തെ പോപ്പ് പത്രോസ് ആയിരുന്നു എങ്കിൽ അങ്ങനെയാണെന്ന് വിചാരിച്ചോട്ടെ. ഇന്ന് കത്തോലിക്ക സഭ നിൽക്കുന്ന നിൽപ്പ് നമ്മൾ ആദ്യത്തെ പോപ്പെന്നിവര് പറയുന്ന പത്രോസുമായി ഒന്ന് ഇനപ്പിച്ച് പരിശോധിച്ചാൽ മനസ്സിലാകും. വഴിയിൽ എവിടെയോ ഇവർ പത്രോസിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു. വഴിയിൽ എവിടെയോ ഇവർ കർത്താവിൽ നിന്ന് തന്നെ മാറിയിരിക്കുന്നു. ഇവർ മറിയത്തിലൂടെയും വിശുദ്ധന്മാരിലൂടെയും മറ്റുതര പുണ്യവാളന്മാരിലൂടെയും ഇവരുടെ ഇഷ്ടത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവർക്ക് വിശുദ്ധ വേദപുസ്തകത്തെ മാത്രം അടിസ്ഥാനമാക്കി ഉപയോഗിക്കാൻ കഴിയാതെ പോകുന്നത്. ഇവർ അവകാശം പറയുന്നത് ഇവരാണത്രേ ബൈബിൾ തന്നിരിക്കുന്നത്. ഇത് തന്നെ അടിസ്ഥാനപരമായ പരാജയമാണ്. ബൈബിൾ ആദ്യ നൂറ്റാണ്ട് കൊണ്ട് തന്നെ എഴുത്തുകൾ പൂർണ്ണമാവുകയാണ്. 3-ാം നൂറ്റാണ്ടിലൊക്കെയാണ് ഇവകൾ ശേഖരിക്കപ്പെട്ടതെന്നത് യാഥാർത്ഥ്യം തന്നെ. പക്ഷേ ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ഇതിന്റെ എഴുത്തുകൾ പൂർണ്ണമാവുകയാണ്. യേശുക്രിസ്തുവുമായി നേരിട്ട് ബന്ധമുള്ള ശിഷ്യന്മാരുടെയോ അവരുമായി അടുത്ത ബന്ധമുള്ളവരുടെയോ എഴുത്തുകൾ ഒഴികെ മറ്റാരുടെയും എഴുത്തുകൾ ദൈവസഭയ്ക്ക് അടിസ്ഥാനമായി ഉപയോഗിക്കുവാൻ പാടില്ലാത്ത വിധം ലോക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് പരിശുദ്ധാത്മാവ് 27 പുസ്തകങ്ങൾ കൊണ്ട് പുസ്തകത്തിന്റെ അവസാനം നിജപ്പെടുത്തിയിരിക്കുന്നത്. ഈ അച്ഛൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നമ്മുടെ പുസ്തകത്തിൽ എവിടെയെങ്കിലും യേശുക്രിസ്തു എഴുതടാ എന്ന് പറഞ്ഞ് എഴുതാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? എത്ര മാനം കെട്ട ചോദ്യമാണ്. വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് കൃത്യമായി പറയുകയാണ്, യോഹന്നാനോട് പറയുക, നീ കാണുന്നത് എഴുതുക. എഴുതി അന്ന് ഏഷ്യ മൈനറിലുള്ള പ്രധാനപ്പെട്ട സഭകളായ എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയഥൈര, സാർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്നീ സഭകൾക്ക് കൊടുക്കാൻ പറയുകയാണ്. നീ കാണുന്നത് എഴുതുക എന്ന് കൃത്യമായി പറയുന്ന കാര്യം അച്ഛൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളത് ഖേദകരമെന്ന് എനിക്ക് പറയാനൊക്കില്ല. പുസ്തകം വായിക്കില്ലെന്ന് ഉറപ്പുള്ള ജനത്തോട് ഇതൊക്കെ പറയുന്നതിൽ തെറ്റില്ല. വളരെ കൃത്യമായി തിരിച്ചറിയേണ്ടുന്ന യാഥാർത്ഥ്യം, നമ്മുടെ പിതാക്കന്മാർ, കത്തോലിക്ക പിതാക്കന്മാരൊന്നും അല്ല ഇവരൊക്കെ അവരുടേതാണെന്നാക്കി തീർത്തതാണ്. ഇപ്പോൾ മുസ്ലിങ്ങൾ ചെയ്യുന്നത് പോലെ. ഇവർക്ക് ശേഷമാണല്ലോ മുസ്ലിങ്ങളുടെ വരവ്. അവർ വന്നതിന് ശേഷം അവർ പറയാണ്, ആദം നബി ഞങ്ങളുടേതാണ്, അബ്രഹാം നബി നമ്മുടേതാണ്, ഈസാ നബിയും ഞങ്ങളുടേതാണ്. അതിലൂടെ അവർക്ക് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം ഒന്നേ ഉള്ളൂ, കർത്താവായ യേശുക്രിസ്തു വെറും പ്രവാചകനാണെന്നും യേശുക്രിസ്തു ദൈവപുത്രനല്ല എന്നും യേശുക്രിസ്തു പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി മരിച്ചിട്ടില്ല എന്നും വരുത്തി തീർക്കുക. അതവർക്ക് കഴിയുകയും ചെയ്തു. അതുപോലെ തന്നെ കത്തോലിക്കർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, സഭയ്ക്ക് തെറ്റാവരമുണ്ടെന്നും സഭയുടെ നേതാവിന് തെറ്റാവരമുണ്ടെന്നും അയാൾക്ക് മാത്രമേ വചനം വ്യാഖ്യാനിക്കാനുള്ള അവകാശമുള്ളൂ എന്നും ഇവന്മാര് വരുത്തി തീർക്കുകയാണ്. വരുത്തി തീർത്തുകൊണ്ട് വിശുദ്ധ തിരുവെഴുത്തുകളെ വളച്ചൊടിച്ച് ജനത്തെ കബളിപ്പിക്കുകയാണ് ഇവരുടെ അടിസ്ഥാന ഉദ്ദേശം. ഇത് ജനം തിരിച്ചറിയണം. ഇതിന് പിടിവിട്ടുകൊടുക്കാത്ത ഏക വർഗം ഇവിടെ പെന്തക്കോസ്തുകാർ തന്നെയാണ്, അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റുകാർ തന്നെയാണ്. അവരാണ് ഇതിനെതിരെ എതിർത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് അവിടെ പിടിച്ചു നിൽക്കാനാണ് അച്ഛന്മാർ കൊട്ടക്കണക്കിന് ചാണകവുമായി ഇറങ്ങിയിട്ടുള്ളത്. മെഴുകിക്കോളൂ, വാരി മെഴുകിക്കോളൂ, തെറ്റില്ല. പക്ഷേ തുറന്ന ചിന്തയോടെ സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കാൻ തയ്യാറുള്ളവർക്കും കയ്യിലിരിക്കുന്ന ബൈബിൾ തുറന്നു വായിക്കുവാൻ മനസാക്ഷി വെക്കുന്നവർക്കും ഒരിക്കലും നിങ്ങളുടെ അടിമയായിട്ടിരിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ആൾക്കാരെ പരാജയപ്പെടുത്താൻ നിങ്ങളുടെ കുതന്ത്രങ്ങൾക്ക് കഴിയില്ല. ഏദൻ തോട്ടത്തിൽ യഹോവയായ ദൈവം കൃത്യമായി വന്ന് മനുഷ്യനോട് പറഞ്ഞു, ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, മരിക്കും നിശ്ചയം. അതിനവൻ വന്നിട്ട് പിശാച് വന്നിട്ട് ഉറപ്പ് കൊടുക്കുകയാണ്, മരിക്കില്ല നിശ്ചയം. നിങ്ങളുടെ കണ്ണു തുറക്കും, നിങ്ങൾ ദൈവത്തെ പോലെയാകും. The same thing is repeating here. ഞങ്ങളാണ് സഭ, ഞങ്ങളാണ് സഭയുടെ നേതാവ്, ഞങ്ങളാണ് തിരുവെഴുത്തുകളുടെ ആധികാരിക ഉത്തരവാദികൾ. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പാവം ജനത്തെ കബളിപ്പിക്കുന്ന ഈ സംവിധാനം സാധാരണ ജനം തിരിച്ചറിയണമെന്നാണ് എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കാനുള്ളത്. ഇനി അദ്ദേഹത്തിന്റെ ഉഡായിപ്പുകൾ ഓരോന്നായിട്ട് ഞാൻ പറയാം.
വരും വീഡിയോകൾ കുറേശ്ശേ പറയാൻ നിർവാഹമുള്ളൂ. കാരണം മൊത്തം എനിക്ക് പറയാനിരുന്നാൽ മണിക്കൂറുകൾ ഇരുന്ന് സംസാരിക്കേണ്ടി വരും. അതുകൊണ്ട് കത്തോലിക്കരുടെ ഉഡായിപ്പുകളെ തിരിച്ചറിയുക, പെന്തക്കോസ്തുകാർ പറയുന്ന യാഥാർത്ഥ്യം എന്തെന്ന് തിരിച്ചറിയുക. ബൈബിളാണോ യാഥാർത്ഥ്യം, പാരമ്പര്യമാണോ യാഥാർത്ഥ്യം, ഇവർക്ക് തെറ്റാവരമുണ്ടെന്ന് ഇവർ പറയുന്ന ഉഡായിപ്പാണോ യാഥാർത്ഥ്യം എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ചെകുത്താന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുക, ഇല്ലെങ്കിൽ നിങ്ങൾ അപകടത്തിൽപ്പെടും. ചെകുത്താൻ നിറം മാറി വന്ന ഒരു മതമാണ്, ക്രിസ്തുവിന്റെ പേരിൽ വന്ന ഒരു മതമാണ് കത്തോലിക്ക മതം. മറ്റൊരു മതമാണ് അതിന് ശേഷം വന്ന ഇസ്ലാം മതം. ഇസ്ലാം മതം കുറച്ചുകൂടി വ്യക്തമാണ് മനസ്സിലാക്കാൻ, പക്ഷേ കത്തോലിക്കരെ മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല. യേശുവിന്റെ പേര് തുടരെ തുടരെ പറയുന്നത് കൊണ്ടും ബൈബിൾ ചുമ്മി നടക്കുന്നത് കൊണ്ടും ഇവർ പറയുന്ന കള്ളത്തരങ്ങൾ അത്ര എളുപ്പത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, തുറന്ന മനസ്സോടെ കാര്യങ്ങളെ ഗ്രഹിക്കുക. പരാജയത്തിനായി നിങ്ങൾ തന്നെ മെനക്കെടാതിരിക്കുക. പിശാചിന്റെ വഞ്ചനയിൽ വശംവദരാകാതിരിക്കുക. നിങ്ങൾക്ക് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ കഴിയൂ. അതുകൊണ്ട് മനസ്സ് തുറന്ന് തിരുവെഴുത്തിലെ സത്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. രക്ഷപ്പെടുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.